വളരെ ഗാംഭീര്യ ശബ്ദത്തോടെ പ്ലാനറ്റ് നമിക്കനിലേക്ക് വന്നു പതിച്ച ഗോകുവിന്റെ പറക്കുംതളികയുടെ കവാടം മെല്ലെ തുറക്കപ്പെടുന്നു. അതിനേക്കാൾ ഗാംഭീര്യത്തോടെ തീഷ്ണതയേറിയ നോട്ടവുമായി അതിന്റെ കവാടത്തിലേക്ക് മുന്നിട്ട് വന്നു നിൽക്കുന്ന ഗോകു, എനിക്കവരെ 3 പേരെയും എത്രയും വേഗം കണ്ടുപിടിക്കണം. ബുൽമ, ക്രില്യൻ, ഗുഹാൻ, ധൈര്യമായിരിക്കൂ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കവാടത്തിന് പുറത്തേക്ക് ഗോകു പറന്നുയരുകയാണ്. അവിടെയുള്ള ഓരോരുത്തരുടെയും പ്രാണശക്തി ഗ്രഹിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ വടക്ക് കിഴക്ക് ദിശയിൽ എൽഡർ ഗുരുവിനെ തേടി പോകുന്ന വളരെ ശക്തനായ ഫ്രീസയുടെ പ്രാണശക്തിയും തെക്കു പടിഞ്ഞാറ് ദിശയിൽ കോമാളിത്തരം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ജിയാനുവിനെയും അവന് തൊട്ടരികിലായി മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഗുഹാന്റെയും ക്രില്യന്റെയും പ്രാണശക്തി കൂടെ ഗ്രഹിച്ചെടുക്കുന്നു. ചാകറായി കിടക്കുന്ന ഗുഹാന്റെയും ക്രില്യന്റെയും ദയനീയ അവസ്ഥ ഉണരുന്ന ഗോകുവിന് അഗാധമായ അരിശം ഉളവാവുകയും 100 മടങ്ങധികമുള്ള ഗുരുത്വാകർഷണ ബലത്തിലുള്ള എന്റെ പരിശീലനത്തിന്റെ ബലം നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ഗോകുവിന്റെ പ്രാണശക്തി മുഴുവൻ ആവാഹിച്ച് കായോകൈൻ ഫോമിലേക്ക് തന്നെ മാറുകയും ഗോകുവിന് ചുറ്റിനും ചുമല നിറത്തിലുള്ള പ്രഭാവലയം രൂപപ്പെടുന്നതും ഗുഹാനും ക്രില്യനുമുള്ള ഇടത്തേക്ക് ഗോകു പാറിപ്പറക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഡ്രാഗൺ ബോൾ സി ഫ്രീസ സാഗയുടെ 1ാം എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വരൂ കഥയിലേക്ക് പോകാം. വിജനതയുടെ വിദൂരങ്ങളിൽ നിന്നും ഭയാനകമായ ഒരു ശബ്ദം കേൾക്കുന്ന ബുട്ടയും ഗീസും പേടിച്ചിരണ്ട ദിശയിലേക്ക് നോക്കുമ്പോൾ ചുമല നിറത്തിലുള്ള ഒരു ദിവ്യപ്രകാശം അവർക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തുകയും ഗീസിന്റെ ബുട്ടയുടെ ഇടയിലൂടെ കടന്നുപോയി റെക്കോണയടിച്ച ഒരു പമ്പരം പോലെ കറക്കിക്കൊണ്ട് വളരെ ഗാംഭീര്യത്തോടെ ഗോകുവിന്റെ രൂപത്തിൽ ഗുഹാന്റെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. ആ ദിവ്യപ്രകാശം കണ്ട ഉടനെ തന്നെ വെജിറ്റ അങ്ങനെ ഗോകു വന്നു എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പല്ല് കടിക്കുകയാണ്. നീ ആരാണ്, എന്തിനാണ് ചെയ്യുന്നതൊക്കെ ചോദിക്കുന്ന റെക്കോണെ വകവയ്ക്കാതെ ഗോകു കഴുത്തൊടിഞ്ഞ് ചാക്കാറായി കിടക്കുന്ന ഗുഹാന്റെ വായിലേക്ക് അമൃതക്കുരി പൊടിച്ചിട്ട് കൊടുക്കുകയാണ്. അത് കഴിച്ച ഉടനെ ഗുഹാൻ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ മാറുകയും ഗോകുവിനെ അച്ഛാന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അത് കണ്ട ഉടനെ ബുട്ടയും ഗീസും റെക്കോണും മരിക്കാറായി കിടന്ന ഇവൻ എങ്ങനെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നോർത്ത് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഗുഹാൻ ശത്രുക്കളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ ഗോകു അത് വകവയ്ക്കാതെ അവശനായി വീണിടക്കുന്ന ക്രില്യന് അമൃതക്കുരി കൊടുക്കുവാൻ വേണ്ടി നടന്നു പോവുകയാണ്. മാരകമായി അടിപറ്റി കിടക്കുന്ന വെജിറ്റനെ നോക്കി ഇവന് എന്തു പറ്റിയതാണെന്ന് ഗുഹാനോട് തിരക്കുകയും ഞങ്ങൾക്ക് മുന്നേ ആ പൈനാപ്പിൾ തലേന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയതാണെന്ന് ഗുഹാൻ പറയുന്നത് ശ്രവിക്കുന്നു. ക്രില്യന്റെ അടുത്ത് നിന്ന് അമരക്കുരി കൊടുക്കുന്ന ഗോകു ക്രില്യനെയും ആരോഗ്യവാനായി മടക്കി കൊണ്ടുവരുന്നു. ക്രില്യനും എങ്ങനെയാണ് ആരോഗ്യം വീണ്ടെടുത്തതെന്ന് മനസ്സിലാക്കാതെ ബുട്ടയും കേസും ഷോക്ക് അടിച്ചതുപോലെ നോക്കി നിൽക്കുകയാണ്. എന്നാൽ വളരെയധികം ഭയന്നു വിറയ്ക്കുന്ന ക്രില്യൻ, ഗോകു ഇവന്മാരോട് നിനക്കും മുട്ടി നിൽക്കാൻ സാധിക്കുകയില്ല, ഇവന്മാർ വളരെയധികം ശക്തിവാന്മാരാണ്, ശക്തനായി വെജിറ്റനെ പോലെ ഇവന്മാർ അടിച്ച് നിലം പതിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷെ അത് കേൾക്കുന്ന ഗോകു വിചിത്രമായി വെജിറ്റ ഇവന്മാർ ഒറ്റ കുടുംബം പോലെയല്ലായിരുന്നോ, പിന്നെ ഇവന്മാർ തമ്മിൽ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തോ ക്രില്യൻ പറയാൻ വരുമ്പോഴേക്കും നീ ഒന്നും തന്നെ പറയണ്ട, മിണ്ടാതിരിക്കടാന്നും പറഞ്ഞ് ഗോകു അവന്റെ തലയിലേക്ക് തൊടുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ക്രില്യന്റെ തലയിൽ കൈവച്ച ഗോകു ആ പ്ലാനറ്റിൽ ക്രില്യൻ വന്നതിന് ശേഷം നടന്ന മുഴുവൻ സംഭവങ്ങളും അതേപടി അവന്റെ മനസ്സിൽ നിന്നും വായിച്ചെടുക്കുകയാണ്. എന്നിട്ട് എനിക്ക് ഫ്രീസയെ കുറിച്ചും ഡ്രാഗൺ ബോളിനെ കുറിച്ചും ഗ്രാൻഡ് എൽഡറിനെ കുറിച്ചും നിങ്ങളുടെ ശക്തിയെക്കുറിച്ചും എല്ലാം തന്നെ മനസ്സിലായെന്ന് ഗോകു അവനോട് പറയുമ്പോൾ നിനക്ക് മനസ്സ് വായിക്കാനുള്ള ശക്തിയും കിട്ടിയോ, അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ച് ക്രില്യൻ അത്ഭുതപ്പെടുകയാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ചിലതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും പറഞ്ഞ് ഗോകു ചിരിക്കുകയാണ്. വെജിറ്റ ഇപ്പോഴും പൈശാചികമായ രീതിയിലാണ് ഇടപഴകുന്നതെങ്കിലും അവൻ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഗോകു അവന്റെ അരസഞ്ചിയിലുണ്ടായിരുന്ന അവസാനത്തെ അമരക്കുരു പുറത്തേക്ക് എടുക്കുകയും ഈ ഒരെണ്ണം കൂടി ഇനി എന്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് വെജിറ്റയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. റെക്കോൺ അത് കടിച്ചു തിന്നുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായി അളന്നു കുറിച്ചെറിഞ്ഞ ഗോകുവിന്റെ എറിച്ചിലിൽ കൃത്യമായി അത് വെജിറ്റയുടെ കയ്യിൽ തന്നെ ചെല്ലുകയും വെജിറ്റ തിന്നുകയും പൂർണ്ണ ആരോഗ്യവാനായി തിരികെ മാറുകയും ചെയ്യുന്നു. അവൻ നമ്മളെ സഹായിക്കാനൊന്നും പോകുന്നില്ല, നിന്റെ കയ്യിലുണ്ടായിരുന്ന അവസാന അമരക്കുരു നീ എന്തിനാണ് വെജിറ്റയ്ക്ക് കൊടുത്തതെന്ന് ചോദിച്ച ക്രില്യൻ ഗോകുവിനോട് ശകാരിക്കുമ്പോൾ ഞാനത് അവന് കൊടുത്തത് അവന്റെ സഹായത്തിന് വേണ്ടിയൊന്നുമല്ല, അവനായിട്ടുള്ള കണക്കിനും ഭൂമിയിൽ വെച്ചവനെ പിന്നീട് തീർത്തോളാം എന്നും പറഞ്ഞ് ഗോകു ചിരിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ഗുഹാനും ക്രില്യനും ഭൂമിയിൽ വെച്ച് നീ വീണ്ടും അവനോട് പുനർമത്സരം ചെയ്യാൻ പോവാണെന്ന് ചോദിച്ച് വാ പിളർന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഗോകു ഭയന്ന് വരച്ച് നിൽക്കുന്ന ഗുഹാന്റെയും ക്രില്യന്റെയും കണ്ണിൽ പോലും നോക്കാതെ നേരെ നടന്നു എന്ന് റെക്കോന്റെ മുന്നിൽ നിൽക്കുകയും അവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഗോകുവിന്റെ തല വല്ലതിടിച്ച് അവന് വട്ടായി പോയോ, അവനെ കൊണ്ട് ഈ യുദ്ധം ജയിക്കാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് ക്രില്യൻ ഗോകുവിനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുവിന്റെ വെല്ലുവിളിയെല്ലാം കാണുന്ന റെക്കോണും വളരെയധികം സന്തോഷം വരികയും ബുട്ട ഈ മാങ്ങാമടയുടെ പ്രാണശക്തി എത്രയാണെന്ന് നോക്കിയെന്ന് പറയുകയും ചെയ്യുന്നു. ഗോകുവിന്റെ പ്രാണശക്തി ഊർജ്ജനാടി വെച്ച് നോക്കുന്ന ബുട്ടയാവട്ടെ 5000 കാണിക്കുന്നതെന്നും പറഞ്ഞ് ഉറക്കെ അലറിക്കൊണ്ട് ചിരിക്കുകയും ചെയ്യുന്നു. ഈ തോന്നിയ 5000 പ്രാണശക്തി വെച്ചുകൊണ്ടാണോ നീ ഇത്രയ്ക്ക് പട്ടി പ്രകസനം കാണിച്ചുകൊണ്ടിരുന്നതെന്ന്
ഗോകുവിനോട് ചോദിച്ചുകൊണ്ട് റെക്കോൺ അവനെ പരിഹസിക്കുകയാണ്. എന്നാൽ അതെല്ലാം കാണുന്ന വെജിറ്റയ്ക്ക് ഇതെല്ലാം തികച്ചും ആകസ്മികമായി തോന്നുകയും ഗോകു എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ശാന്തനായി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് പല്ലു കടിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഗോകുവിന്റെ ഉള്ളിലെ പ്രതികാരദാഹമായ രക്തത്തിന്റെ ചൊരിച്ചിൽ മനസ്സിലാക്കുന്ന വെജിറ്റ ഇല്ല, അങ്ങനെ സംഭവിക്കില്ല, അത് സാധിക്കില്ല എന്നും പറഞ്ഞ് ഗോകുവിനെ കണ്ട് അത്ഭുതപ്പെട്ട് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. ഗോകുവിനെ മണ്ടനായി കണ്ട് കളിയാക്കി ചിരിക്കുന്ന റെക്കോണിനെ നോക്കി ഗോകു, എനിക്ക് നിന്നോട് യുദ്ധം പോലും ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് ഗോകു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കേൾക്കുന്ന റെക്കോൺ അട്ടഹസിച്ച് ചിരിക്കുകയും ബോട്ടയും കേസിനെയും വിളിച്ചുകൊണ്ട് ഈ മാങ്ങാമണ്ടം പറഞ്ഞത് കേട്ടോ, ഇവനെന്നെ കൊല്ലുമെന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന ഗുഹാനും ക്രില്ലിയനും പോലും ശരിയാണ്, ഗോകുവിന് വട്ട എന്നാണ് തോന്നുന്നതെന്നും പറഞ്ഞ് അതിശയപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. എന്നാൽ അവരിൽ നിന്നും ഭിന്നമായി വെജിറ്റ മാത്രം വളരെയധികം ദേഷ്യത്തോടെ അസൂയയോടെയും പല്ല് കടിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, ഒരു ലോവർ ക്ലാസ് വാരിയറായ ഗോകുവിന് എങ്ങനെയാണ് എന്നെക്കാളും മുന്നേ ഒരു ലെജൻഡറി സൂപ്പർ സയനായി മാറാൻ കഴിയുന്നതെന്ന് പറഞ്ഞ് വെജിറ്റ വളരെയധികം ദേഷ്യത്തോടെ പല്ല് കടിക്കുകയാണ്. വെജിറ്റ സാർബോണിൽ നിന്നും സൂപ്പർ സയൻ എന്ന് കേട്ടപ്പോൾ മുതലേ വെജിറ്റ സ്വയം ഒരു സൂപ്പർ സയനായി മാറുവാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ സയാന്മാരുടെ ദിവ്യശക്തിയായ സൂപ്പർ സയാൻ ഇപ്പോൾ ഗോകുവിന് ശക്തി കിട്ടിയെന്നോർത്ത് വെജിറ്റ വളരെയധികം അത്ഭുതപ്പെടുകയും അസൂയപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യുകയാണ്. അതേസമയം റെക്കോൺ ആവട്ടെ, ഞാൻ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നിന്റെ കഥ കഴിക്കൂടാന്നും പറഞ്ഞ് ഗോകുവിനെ നോക്കി അലറുകയാണ്. ഞാൻ പഴങ്കഥകളിൽ നിന്ന് 10,000 വർഷങ്ങൾക്കിടയിൽ ഒരേ ഒരു സൂപ്പർ സൈനെ ജനിക്കുള്ളൂ എന്നാണ് കേട്ടിട്ടുള്ളത്. ഒരു ലോവർ ക്ലാസ് വാരിയറായ ഗോകുവിന് എങ്ങനെയാണ് സൂപ്പർ സൈനാകാൻ കഴിയുന്നതെന്നും പറഞ്ഞ് വെജിറ്റ പല്ല് കടിക്കുകയാണ്. നീ അങ്ങനെ ആരെങ്കിലും ആവുകയാണെങ്കിൽ തന്നെ ഞാൻ മാത്രമായിരിക്കും സൂപ്പർ സൈനാകുന്നത്, അവനെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നും പറഞ്ഞ് വെജിറ്റ വളരെയധികം ദേഷ്യപ്പെടുകയാണ്. എന്നിട്ട് കുറച്ച് കോപ്രായൊക്കെ കാണിച്ചുകൊണ്ട് റെക്കോൺ അവന്റെ മുഴുവൻ ശക്തിയെ ആവാഹിച്ചുകൊണ്ട് മജന്ത നിറത്തിലുള്ള പ്രഭാവലയും ആവാഹനം ചെയ്ത് ഗോകുവിനെ നേരെ ഇടിച്ചു കൊല്ലാൻ വേണ്ടി ചാടിത്തെറിച്ചു വരികയാണ്. എന്നാൽ ഗോകുവിനെ ഇടിക്കാനായി അടുത്തെത്തിയ റെക്കോന്റെ മുന്നിൽ നിന്നും ഗോകു വഴുതി മാറി അപ്രത്യക്ഷനാവുകയാണ്. ഗോകുവിനെ തിരിയുന്ന കണ്ണുകൾക്കിടയിൽ ബുട്ടയുടെയും ഗീസിന്റെയും പുറകിലാണ് ഗോകു ഇപ്പോൾ ഉള്ളതെന്ന് ഒരു പേടി സ്വപ്നം പോലെ ബുട്ടയും ഗീസും മനസ്സിലാകുകയാണ്. നീ എങ്ങനെയാണ് ഞങ്ങളുടെ പുറകിൽ വന്നതെന്ന് ചോദിച്ച് അവർ ഒച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നു. അത്ഭുതപ്പെട്ട് നോക്കുന്ന ക്രില്യൻ പോലും ഗോകു ഇവിടെ നിന്ന് അവിടെ എങ്ങനെയാണ് ചെന്നതെന്ന് വെജിറ്റ അല്ലാതെ മറ്റാരും കണ്ടിട്ടില്ലെന്ന് തിരിച്ചറിയുകയാണ്. വെജിറ്റയ്ക്ക് മാത്രം എങ്ങനെയാണ് ഗോകുവിനെ കാണാൻ സാധിക്കുന്നതെന്നോർത്ത് ക്രില്ലിൻ അതിശയപ്പെടുകയും ചെയ്യും. ബുട്ടയുടെയും കേസിന്റെ മുന്നിൽ ചെല്ലുന്ന ഗോകു, നിങ്ങൾ ആ ദുഷ്ടനായ ഫ്രീസയോടൊപ്പമാണോ ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഗ്രഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവരോട് അറിയിക്കുകയും ഉടനെ തന്നെ ഗോകുവിനെ ചവിട്ടിക്കൊല്ലനായി വരുന്ന അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷനായി അവരുടെ പുറകിലേക്ക് ഗോകു ചെല്ലുകയും ചെയ്യുന്നു. നേരെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്ന ഗോകു റെക്കോന്റെ മുന്നിലേക്ക് വന്നിറങ്ങുകയാണ്. എടാ മാങ്ങാമണ്ട, നിനക്കല്പം വേഗതയുണ്ട് എന്ന് വെച്ച് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, നിന്റെ മരണം ഇപ്പോൾ ഞാൻ നടത്തിത്തരാടാന്നും പറഞ്ഞ് റെക്കോൺ ഗോകുവിനെ നോക്കി അലറുകയാണ്. ഗോകുവിനുള്ളിലെ അഗാധമായ ശക്തി തിരിച്ചറിയുന്ന വെജിറ്റ പല്ല് കടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളെ 4 പേരെ ഇപ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് അലറിക്കൊണ്ട് റെക്കോൺ ഗ്രഹമെല്ലാം പിളർത്തിക്കൊണ്ട് അൾട്രാ ഫൈറ്റ് മിറാക്കിൾ അറ്റാക്ക് എന്ന് ഉറക്കെ അലറിക്കൊണ്ട് ഗോകുവിന് നേരെ മാരകമായ ഒരു ആക്രമണം നടത്താൻ വേണ്ടി പാഞ്ഞു ചെല്ലുമ്പോൾ, പാഞ്ഞു വരുന്ന റെക്കയുടെ ചങ്കിലേക്ക് മുട്ടുകൈ ഉപയോഗിച്ചുകൊണ്ട് ഗോകു മാരകമായ ഒരു പ്രഹരം നൽകിക്കൊണ്ട് എല്ലാവരും നോക്കി നിൽക്കാൻ നിസ്സാരമായി റെക്കോണിനെ അടിച്ചു കൊന്ന് നിലത്തേക്ക് ഇടുകയാണ്. അച്ഛനവനെ നിസ്സാരമായി കൊന്നുകളഞ്ഞു എന്ന് ചോദിച്ച് വാവിളിറന്ന് നിൽക്കുന്ന ഗുഹാനെ നോക്കിക്കൊണ്ട് ക്രില്യൻ, ശക്തനായ വെജിറ്റയെ നീ ഞാനും എങ്ങനെയെല്ലാം പൊരുതി അവനോട്, എന്നിട്ട് അവനെ തൊടാൻ പോലും സാധിച്ചില്ല, അവനെ എങ്ങനെയാണ് ഗോകു നിഷ്പ്രയാസമായി കൊല്ലുന്നത്, ഇത് സാധ്യമല്ല എന്നും പറഞ്ഞ് വാവിളിറന്ന് നിൽക്കുകയാണ്. ബുട്ടയും ജീസും പോലും അത്ഭുതത്തോടെ ഇതേ സംശയമായി നോക്കി നിൽക്കുകയാണ്. എന്നാൽ അത് കാണുന്ന വെജിറ്റ ഇതൊരു സാധാരണ ആക്രമണമല്ല എന്നും പറഞ്ഞ് പല്ല് കടിക്കുകയാണ്. നിനക്ക് എന്റെ കണ്ണുകളെ പറ്റിക്കുവാൻ സാധിക്കില്ല, നീ എങ്ങനെയാണ് അവന്റെ ആത്മാവിനെ തച്ചുടച്ചതെന്ന് ഞാൻ കണ്ടു എന്നും പറഞ്ഞ് പല്ല് കടിക്കുകയാണ്. അങ്ങനെ ഒടുക്കം വെജിറ്റ ഗോകു സാധാരണ സയന്മാരുടെ ഫൈറ്റിംഗ് ലെവലിൽ നിന്നും സർപ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി അവൻ എന്താണ് ചെയ്തത്, എന്തുതരം പരിശീലനമാണ് നടത്തിയത് എന്നൊന്നും തന്നെ മനസ്സിലാകാതെ വെജിറ്റ പല്ലും കടിച്ച് നോക്കി നിൽക്കുമ്പോൾ, അപ്പോൾ പഴമക്കാർ പറയുന്നതെല്ലാം സത്യമായിരുന്നോ, ഇവനായിരുന്നോ സൂപ്പർ സയൻ എന്ന് പറഞ്ഞ് ഗോകുവിനെ നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. റെക്കോണെ കൊന്നിട്ട് ഗോകു ബൂട്ടയും ഗീസിനെ നോക്കിയിട്ട്, ഇനി നിങ്ങൾക്കും മരിക്കാനാണ് ഉദ്ദേശം, അതോ നിങ്ങൾ വന്ന ഭൂമിയിലേക്ക് തിരികെ മടങ്ങുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ഗീസ, ഈ മാങ്ങാമണ്ടന്റെ ആഗ്രഹം കേട്ടില്ലേ, കയ്യബദ്ധത്തിൽ റെക്കോണെ കൊന്ന ഇവൻ നമ്മളെയും കൊല്ലുമെന്നാണോ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വളരെ പുച്ഛത്തോടെ അട്ടഹസിക്കുന്നു. അതേസമയം ക്രില്യൻ ഗോകുവിനുള്ളിൽ പവിത്രമായ എന്തോ ശക്തി ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് ബുട്ടയും ജീസും കൂടെ കുറെ കോപ്രായം എല്ലാം കാണിച്ചുകൊണ്ട് 2 ദിശയിലേക്ക് മാറിച്ചാടി മാരകമായ തന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ചുകൊണ്ട് ഗോകുവിനെ കൊല്ലാൻ വേണ്ടി 2 ദിശയിൽ നിന്ന് ചാടിത്തെറിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോകുവിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഗീസിന്റെ മൂക്കടിച്ച് ഗോകു പരത്തി കളയുകയാണ്.
ദേഷ്യം വരുന്ന ഗീസും ബുട്ടയും മാറി മാറി ഗോകുവിനെ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗീസിനെ ഇടിച്ചെറിപ്പിച്ചുകൊണ്ട് കാലിൽ കറങ്ങി ബുട്ടയെ അടിച്ച് നിലത്തേക്ക് ഇടുകയാണ് ഗോകു. എന്നിട്ട് വായു സ്ഫോടനം നടത്തുന്ന ഗോകു ഗീസിനെയും ബുട്ടേനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിച്ച് കളയുകയാണ്. ഗോകു നടത്തിയ വായു സ്ഫോടനം കണ്ട് അത് എന്തൊരു അറ്റാക്ക് ആണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഗീസ് തലകറങ്ങി നിൽക്കുകയാണ്. എന്തിന് ക്രില്ലിയും പോലും ഗോകു ഇത് എന്തൊരു ആക്രമണമാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കും. എന്നാൽ അതെല്ലാം കാണുന്ന ഗുഹാൻ ക്രില്യൻസാണ്, നിങ്ങൾ കണ്ടില്ലേ ആ ബുട്ടയ്ക്കും ഗീസിനും നമ്മൾ വിചാരിച്ച അത്ര ശക്തിയൊന്നുമില്ല, അച്ഛന്റെ ദത്തം തൊടാൻ പോലും അവന്മാർക്ക് സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് വാവിളർന്ന് നോക്കി നിൽക്കുമ്പോൾ അതെല്ലാം കേൾക്കുന്ന ക്രില്യൻ, അല്ല ഗുഹാൻ, ആ റെക്കോൺ ഉണ്ടായിരുന്ന അത്രയ്ക്ക് തന്നെ ശക്തിയുണ്ട് ഇവന്മാർക്ക് രണ്ടുപേർക്കും, ആ വെജിറ്റയ്ക്ക് പോലും ഇവന്മാരെ തൊടാൻ സാധിച്ചിരുന്നില്ലല്ലോ, ഗോകുവിന് ഇങ്ങനെയെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം ഊഹിക്കാൻ പോലും കഴിയാത്ത അത്ര ശക്തനായി ഗോകു മാറിക്കഴിഞ്ഞിരിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം എന്നും പറഞ്ഞ് ക്രില്യൻ അത്ഭുതത്തോടെ ഗോകുവിനെ നോക്കി നിൽക്കുകയാണ്. അതേസമയം ഗീസ് വീണ്ടും ഗോകുവിന്റെ പ്രാണശക്തി പരിശോധിക്കുകയും അത് 5000 തന്നെയാണെന്ന് കാണിക്കുന്നതെന്ന് വീണ്ടും ഉറപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലാം ഗ്രഹിച്ചെടുക്കുന്ന വെജിറ്റ, എടാ മണ്ടന്മാരെ, ഓരോ ആക്രമണങ്ങൾ നടത്താൻ പോകുന്നതിന് തൊട്ടു മുന്നേ ഗോകു അവന്റെ മുഴുവൻ ശക്തി റിലീസ് ചെയ്യുകയും ഓരോ ആക്രമണങ്ങൾക്ക് ശേഷം അവന്റെ ശക്തി അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിനക്കെന്നെ പറ്റിക്കാൻ പറ്റില്ല കാക്കറോട്ടെന്നും പറഞ്ഞ് അലറുകയും ചെയ്യുന്നു. ഇനി ഇവനെ വെറുതെ വിടണ്ട, കൊന്നേക്കാന്നും പറഞ്ഞ് ബുട്ടയും ഗീസും കൂടെ പർപ്പിൾ കോമറ്റ് ക്രാഷ് എന്നൊരു അറ്റാക്ക് പ്രയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്നിട്ട് ഗീസും ബുട്ടയും കൂടെ അവരുടെ മുഴുവൻ പ്രാണശക്തിയും പുറത്തെടുത്തുകൊണ്ട് വെളിയിൽ വരുന്നവരുടെ മുഴുവൻ ശക്തിയെ യോജിപ്പിച്ചുകൊണ്ട് രണ്ടുപേരുടെ മെർജായി ഒറ്റ ഒരു ചക്രം പോലെ അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ട് ചുമല നീല നിറത്തിലുള്ള ഡിസ്ട്രക്ഷൻ ഡിസ്കുകൾ ഗോകുവിന് നേരെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നല്ലറുന്ന ഗോകുവിന്റെ മുടിയുടെ കളർ ഒന്ന് മിന്നുകയും ഗോകുവിന് മുന്നിൽ ഒരു വായു കവചം രൂപപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ബുൽമയുടെ താവളത്തെ ഗ്രേംസ് പിടിച്ച് ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന ബുൽമ, ആ പന്നികളെല്ലാരും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ, ഗോകു ഇനി വന്നിട്ടാണ് എന്നെ രക്ഷിക്കാനെന്നും പറഞ്ഞ് അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കറങ്ങിത്തെറിച്ച് വരുന്ന എനർജി അറ്റാക്ക് പതിച്ച് അവിടെ കുറെ കല്ലുംകൂട്ടം വരികയും ബുൽമ അതിന്റെ അടിയിൽ പെടുകയും ചെയ്യുന്നു. അത്രയും വലിയ മാരകമായ തേജശക്തികൾ പതിച്ചിട്ടും ഒരു പോറൽ പോലും പറ്റാതെ പയറുമണി പോലെ നിൽക്കുന്ന ഗോകുവിനെ കണ്ട് ബുട്ടയും ഗീസും വളരെയധികം ദേഷ്യപ്പെടുകയാണ്. എന്നിട്ടൊരു നിവൃത്തിയിൽ നിന്ന് മനസ്സിലാകുന്ന ബുട്ട ഒരു പദ്ധതി ഇടുകയും, ഇനി അവൻ എത്ര വേഗതയുണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ആൾ ഞാനാണ്, അതുകൊണ്ട് ഞാൻ അവന്റെ പുറകിൽ പോയി അവനെ പിടിച്ചു നിർത്താം, ആ സമയം കൊണ്ട് ക്രഷിംഗ് ബോൾ അറ്റാക്ക് ഉപയോഗിച്ചുകൊണ്ട് നീ അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് പദ്ധതി ഇടുകയാണ്. പെട്ടെന്ന് പദ്ധതി പ്രകാരം ഗീസ് ക്രഷിംഗ് ബോൾ ആക്രമണം ഗോകുവിന് നേരെ നടത്തുകയും ഗോകു പറഞ്ഞതുപോലെ തട്ടിത്തെറിപ്പിച്ചത് ബുട്ടയ്ക്ക് നേരെ അയക്കുകയും ബുട്ട അതിൽ നിന്ന് തെന്നിമാറി ഗോകുവിന്റെ പുറകിലേക്ക് ചെല്ലാൻ ശ്രമിക്കുമ്പോൾ ഗോകു നിന്നിരുന്നിടത്ത് ഗോകുവിനെ കാണാതെ വരികയും തിരിഞ്ഞു നോക്കുമ്പോൾ ബുട്ടയുടെ പുറകെ ഗോകു വന്ന് നിൽക്കുന്നതായും കാണുന്നു. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയുള്ളവൻ ഞാനാടാ, എന്റെ പുറകെ നീ എങ്ങനെയാടാ വന്നതെന്ന് ചോദിച്ച് ഗോകുവിനോട് അവനെ അലറുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള രണ്ടാമത്തെ ആളായിരിക്കും നീ എന്നും പറഞ്ഞ് ഗോകു അവനെ നോക്കി അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ബുട്ടയും ഗീസും വാ വിളിച്ച് വേർത്ത് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. വളരെയധികം ടെൻഷൻ അടിക്കുന്ന ഗീസ്, എന്റെ ക്രഷിംഗ് അവൻ തട്ടിക്കളഞ്ഞെന്ന് മാത്രമല്ല പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയുണ്ടെന്ന് ഞാൻ വിചാരിച്ചത് ബുട്ടയുടെ പുറകിലേക്കാണ് അവൻ പാഞ്ഞു വന്നത്, ഒരു ദുസ്വപ്നം കാണുന്നത് പോലെയുണ്ട് ഇതെനിക്കെല്ലാം പറഞ്ഞ് പല്ല് കടിക്കുമ്പോൾ നീ ആരാണെന്ന് ചോദിച്ച് ബുട്ട ഗോകുവിനോട് അലറുകയാണ്. ഞാനൊരു സയാനാണ്, ഭൂമിയിലാണ് വളർന്നതെന്നും പറഞ്ഞ് ഗോകു അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. നിനക്ക് എങ്ങനെയാണ് ഇത്രയധികം ശക്തി ഉണ്ടായതെന്ന് ബുട്ട ഗോകുവിനോട് ചോദിക്കുമ്പോൾ എന്റെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ട്രെയിനിങ്ങിലൂടെ ഞാനത് നേടിയതാണെന്നും പറഞ്ഞ് ഗോകു വീണ്ടും ചിരിക്കുകയും ചെയ്യുന്നു. ഈ വേഗത മാത്രം പോരാ, നീ മരിക്കാൻ തയ്യാറാക്കുമെന്നും പറഞ്ഞ് ബുട്ട വളരെയധികം ദേഷ്യത്തെ പല്ല് കടിച്ചുകൊണ്ട് ഗോകുവിനെ പാഞ്ഞു വന്നിടി പടപട ഇടിച്ച് കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഗോകു നിസ്സാരമായി തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ജിയാനും മെമ്പറിനെ കൂടെ ചാകാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ഗീസ് പാഞ്ഞു പറഞ്ഞെന്ന് ഗോകുവിനെ കൊല്ലുവാൻ വേണ്ടി ബുട്ടയോടൊപ്പം ചേർന്ന് പ്രഹരിക്കാൻ ശ്രമിക്കുകയാണ്. ബുട്ടയും ഗീസോടെ മാറി മാറി പാഞ്ഞു ഗോകുവിനെ മാറി ഇടിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിടി പോലും ഗോകുവിന്റെ അകത്ത് പതിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. നീ എത്രയൊക്കെ ഞങ്ങളുടെ ഇടിയിൽ നിന്ന് തെന്നി മാറിയാലും ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലൂടാന്ന് പറഞ്ഞ് ഗോകുവിനെ അവർ വെല്ലുവിളിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് ഗോകു അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. പെട്ടെന്ന് പരസ്പരം ഗോകുവിനെ ഇടിച്ചുകൊണ്ടിരുന്ന ബുട്ടയും ഗീസും പരസ്പരം തമ്മിൽ പ്രഹരിക്കുന്നത് പോലെ ആയി പോവുകയാണ്. അവരുടെ പിന്നിലായി ചെന്ന് നിൽക്കുന്ന ഗോകു, ഞാൻ പരിശീലനത്തോടെ സമ്പാദിച്ചത് ഈ അമാനുഷികമായ വേഗത മാത്രമല്ല മറ്റൊന്നുകൂടിയുണ്ടെന്നും പറഞ്ഞ് ഗോകുവിനെ കൊല്ലാൻ വേണ്ടി പാഞ്ഞു വരുന്ന ഗീസിനെയും ബുട്ടയെയും രണ്ട് ദിക്കിലേക്ക് അടിച്ചു തെറിപ്പിക്കുകയും മാരകമായ ചവിട്ട് എടുത്തുകൊണ്ട് ബുട്ടേനെ അന്തരീക്ഷത്തിൽ നിന്ന് താഴേക്ക് പതിപ്പിക്കുകയും മിന്നൽ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ബുട്ടയുടെ അടിയിലായി ചെല്ലുകയും റെക്കോണെ കൊന്നതുപോലെ തന്നെയുള്ള ഒരു മുട്ടുകൈ പ്രയോഗം കൊണ്ട് ബുട്ടയും കൊന്നുകളയുകയും ചെയ്യുന്നു. അത് കാണുന്ന ഗുഹാനും ഗ്രില്ലും വാപൊളിച്ചു നിൽക്കുകയും ഗെയ്സ് ആകട്ടെ ഭയന്ന് വിറച്ച് സ്തംഭിച്ചു നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായി ഗോകു എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കൗതുകോഷ്മളമായ ജിജ്ഞാസയെ നിർത്തിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.